ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസാന്നിധ്യത്തിലായിരിക്കുവാൻ കർത്താവ് നൽകിയ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ 23-ാമത്തെ സങ്കീർത്തനം വായിച്ചുകൊണ്ടാണ് ഇന്നത്തെ രാവിലത്തെ പ്രാർത്ഥന നമ്മൾ ആരംഭിക്കുന്നത്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ സഹായിക്കട്ടെ. 23-ാമത്തെ സങ്കീർത്തനം ഇങ്ങനെയാണ് പറയുന്നത്: ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് ബി ഇൻ വാണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. കർത്താവ് എൻ്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യേശു നമ്മുടെ ഇടയനാണെങ്കിൽ നമ്മുടെ മുട്ടുകളെല്ലാം മാറും, നമ്മുടെ ഞെരുക്കങ്ങൾ മാറും, നമ്മുടെ ഇല്ലായ്മകൾ മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കേണ്ട വാക്കുകൾ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് ഇന്ന് രാവിലെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പറയാം, നിങ്ങൾ ഇതുവരെ യേശുവെ അവിടുന്ന് എൻ്റെ ഇടയനാണ് എന്ന് പറഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഇന്ന് രാവിലെ എന്നെ കാണുന്നെങ്കിൽ ദയവായിട്ട് നിങ്ങൾ പറഞ്ഞാൽ, കർത്താവേ ഹല്ലേലൂയ അങ്ങ് എൻ്റെ ഇടയനാണ്. ഹല്ലേലൂയ. വേറൊർത്ഥത്തിൽ നമുക്ക് പറയാം, യേശുവേ അങ്ങ് എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവാണ് എന്ന് പറയാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് പറഞ്ഞാൽ, കർത്താവേ അങ്ങ് എൻ്റെ ഇടയനാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ആടിൻ്റെ ഇഷ്ടത്തിലല്ല ഒരിക്കലും സഞ്ചരിക്കുന്നത്. ഇടയനാണ് ആടുകളെ ഹല്ലേലൂയ വഴി നടത്തുന്നത്. ഇടയനാണ് ആളുകളെ പേര് ചൊല്ലി വിളിക്കുന്നത്. ഇടയനാണ് ആടുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ അങ്ങ് എൻ്റെ ഇടയനാകുന്നു. നിങ്ങൾ എൻ്റെ പിന്നാലെ ഹല്ലേലൂയ വിരോധത്തിലേക്ക് പ്രാർത്ഥിച്ചാട്ടെ. യേശു കർത്താവേ അങ്ങ് എൻ്റെ ഇടയനാകുന്നുവെന്ന് ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞാൻ ഏറ്റുപറയുന്നു. പ്രൈസ് ദി ലോർഡ്. ലോകമെല്ലാം പ്രതിസന്ധികളിലൂടെ ഹല്ലേലൂയ സംഘർഷങ്ങളിലൂടെ രോഗങ്ങളിലൂടെ ബാധകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ എൻ്റെ ഇടയൻ അങ്ങാണ്, എന്നെ വഴി നടത്തുന്നത് അങ്ങാണ് എന്ന് ഹല്ലേലൂയ ഞാൻ ഈ പ്രഭാതത്തിൽ ഏറ്റു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ധൈര്യമായിട്ട് ഏറ്റു പറഞ്ഞാട്ടെ, വാ തുറന്നേറ്റ് പറഞ്ഞാട്ടെ, കർത്താവേ അങ്ങ് ഹല്ലേലൂയ എൻ്റെ ഇടയനാണ്. യേശുവേ അവിടുന്ന് എൻ്റെ ഇടയനാണ്. ദ ലോർഡ് യു ആർ മൈ ഹല്ലേലൂയ ഷെപ്പേർഡ്. കർത്താവേ അങ്ങാണ് എൻ്റെ ഇടയൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയാണ്, ഇതുപോലെ ദൈവത്തെ ഇടയനാക്കി തീർത്ത വ്യക്തിക്ക് ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ മിറക്കിൾ, ആദ്യത്തെ വാഗ്ദത്ത നിവൃത്തി എന്താണെന്നറിയോ? ഐ ഷാൽ നോട്ട് വാണ്ട്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഒരു കുറവ് ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് രാവിലെ പറയാനായിട്ട് പറ്റും, കർത്താവേ അങ്ങന്റെ ഇടയനാണ്, എൻ്റെ കുറവുകൾ നീക്കുന്ന നല്ല ഇടയൻ അങ്ങാണ്, എൻ്റെ കുറവുകളെല്ലാം തീർത്ത് എനിക്ക് നിറവ് തരുന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ശൂന്യതകളെ മാറ്റി എനിക്ക് നിറവ് തരുന്ന സർവശക്തനായ കർത്താവ് അങ്ങാണ് എന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം രാവിലെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. കർത്താവ് ഇടയനായിരിക്കുന്ന വ്യക്തിയുടെ കുറവുകൾ ദൈവം മാറ്റിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഹല്ലേലൂയ നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വലിയൊരു ആവശ്യത്തിന്റെ മധ്യത്തിലാണ്, വലിയൊരു കുറവിന്റെ മധ്യത്തിലാണ്, വലിയൊരു ലാക്കിന്റെ ലിസ്റ്റാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഇന്ന് രാവിലെ സമയത്ത് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് ഹല്ലേലൂയ കർത്താവ് നമ്മുടെ ഇടയനാണോ അവൻ ഹല്ലേലൂയ നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരുവാൻ സമ്മതിക്കത്തില്ല. ഒരു മുട്ടും വരികയില്ല എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും വരുവാൻ, ഒരു ഞെരുക്കവും വരാൻ കർത്താവ് സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇടയൻ കരുതുന്നവനാണ്, നമ്മുടെ ഇടയൻ സ്നേഹിക്കുന്നവനാണ്, നമ്മുടെ ഇടയൻ മുമ്പേ പോകുന്നവനാണ്, നമ്മുടെ ഇടയൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ പിന്നാലെ ദയവായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ അങ്ങന്റെ ഇടയനാവുന്നതുകൊണ്ട് എൻ്റെ മുട്ടുകളെല്ലാം മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ഇന്ന് രാവിലെ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ചെയ്യാൻ പോവാണ്. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇന്ന് രാവിലെ സമയത്ത് ഒരു അത്ഭുതം കർത്താവ് ചെയ്യും, ഒരു മിറക്കിൾ കർത്താവ് ചെയ്യും. നമ്മുടെ ദൈവം ഇന്ന് ജീവിക്കുന്നു, നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് അറിയുന്നത് അവന്റെ പ്രവർത്തികൾ മുഖാന്തരമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, അവന്റെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ വർണ്ണിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിന്റെ പ്രവർത്തികൾ ഹല്ലേലൂയ വർണ്ണിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങളും ഞാനും. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങ് ഇടയനായിരിക്കുന്ന, അങ്ങ് യേശുവേ അങ്ങ് കർത്താവായിരിക്കുന്ന എല്ലാ ദൈവ ജനത്തിനായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.
കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഹല്ലേലൂയ, അവിടുത്തെ വചനം പറയുന്നു, യേശു ഇടയനായിരിക്കുന്ന വ്യക്തികൾക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല, ഒരു മുട്ടും ഉണ്ടാവുകയില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല, ഒരു ലാക്കും ഉണ്ടാവുകയില്ല, ഒരു അഭാവവും ഉണ്ടാവുകയില്ല, ഒരു കുറവും ഉണ്ടാവുകയില്ല. അവിടെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ വചനത്തിന് വിരോധമായി ജീവിതത്തിൽ, കുടുംബത്തിൽ, തലമുറകളിൽ, ദേശത്ത് വ്യാപരിക്കുന്ന എല്ലാ സ്പിരിറ്റ് ഓഫ് ലാക്ക് വിട്ടുമാറട്ടെ, സ്പിരിറ്റ് ഓഫ് വാണ്ട് വിട്ടുമാറട്ടെ. എല്ലാ ഇല്ലായ്മയുടെ ആത്മാവ്, ഞെരുക്കത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. ഈ വചനം ഇന്നുള്ളതുപോലെ നിറവേറട്ടെ, യേശുവിന്റെ നാമത്തിൽ നിറവേറട്ടെ. വ്യക്തി ജീവിതങ്ങളിൽ നിറവേറട്ടെ, കുടുംബങ്ങളിൽ നിറവേറട്ടെ, സഭയിൽ നിറവേറട്ടെ, ദേശത്ത് നിറവേറട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ എന്റെ ഇടയനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, കർത്താവ് എന്റെ ഇടയനാകുന്നു. കർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞാട്ടെ, കർത്താവെ, അങ്ങ് എന്റെ ഇടയനാകുന്നു. ഒരിക്കൽ കൂടി കർത്താവിനോട് പറയുന്നത് എത്ര സന്തോഷമാണ്. ഹല്ലേലൂയ. മക്കള് പപ്പ, മമ്മി എന്ന് രാവിലെ എഴുന്നേറ്റ് വരുന്നവരെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ എന്ത് സന്തോഷമാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും അപ്പനോ അമ്മയ്ക്ക് പിണക്കം ഉണ്ടായിട്ടുണ്ടോ? പപ്പ എന്നോ മമ്മി എന്നോ രാവിലെ മക്കൾ എഴുന്നേറ്റ് വിളിക്കുന്നത് കേട്ടിട്ട്? അതുപോലെ നമ്മുടെ കർത്താവ് എന്റെ ഇടയനെ, കർത്താവെ എന്റെ ഇടയനെ എന്നൊന്നും നമ്മൾ വിളിക്കുന്നത്. ഹല്ലേലൂയ. ലോകം കേൾക്കട്ടെ, പിശാചി കേൾക്കട്ടെ, പൈശാചിക ആത്മമണ്ഡലം കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ സാധാരണക്കാരല്ല, നമുക്കൊരു ഇടയനുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കാരണം എന്താ? ഒരു ആടിനെ പോലും കർത്താവ് അഴിച്ചു വെറുതെ വിടുന്നവനല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നിങ്ങൾക്കും എനിക്കും വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്, നിങ്ങൾക്കും എനിക്കും വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം പറയാണ്, യേശു ഇടയനാണെങ്കിൽ ഒരു മുട്ടും ഉണ്ടാകത്തില്ല. വിശ്വസിച്ച് കരങ്ങളൊക്കെ നടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. എന്റെ മുട്ടുകൾ മാറ്റി, എന്റെ ഇല്ലായ്മകൾ മാറ്റി, എന്റെ ഞെരുക്കങ്ങൾ മാറ്റി തന്ന ദൈവം വലിയവൻ. ആ ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യം എന്നാ പറയുന്നത് അറിയോ? ഹി മേക്സ് മീ ലൈ ഡൗൺ ഇൻ ഗ്രീൻ പാസ്റ്റേഴ്സ്. ഹല്ലേലൂയ. അവൻ എന്നെ പച്ചപ്പുൽ തകിടുകളിൽ കിടത്തുന്നു. പച്ചപ്പുൽ തകിടുകളിൽ കിടത്തുന്നു എന്നുള്ള വാക്കിന്റെ ശരിയായ അർത്ഥം അവൻ എനിക്ക് വയറ് നിറച്ചെല്ലാം തരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ആടുകൾ അല്ലെങ്കിൽ ഹല്ലേലൂയ ഷീപ്പ് ഹല്ലേലൂയ കിടക്കണമെങ്കിൽ അതിന്റെ വയറ് നിറഞ്ഞാൽ മാത്രമേ അത് കിടക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. കർത്താവിന്റെ ഇല്ലായ്മകൾ മാറ്റും മാത്രമല്ല, എന്നെ എന്റെ ദൈവം നിറയ്ക്കും, എന്റെ കർത്താവ് എന്നെ നിറയ്ക്കും. പ്രിയമുള്ളവർ, എന്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് ഇന്ന് രാവിലെ സമയത്ത് നിങ്ങളെ നിറയ്ക്കും, നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കും, നിങ്ങളുടെ കുടുംബത്തെ നിറയ്ക്കും, നിങ്ങളുടെ ഉള്ളത്തെ നിറയ്ക്കും, സമാധാനം കൊണ്ട് നിറയ്ക്കും, സ്വസ്ഥത കൊണ്ട് നിറയ്ക്കും, ദൈവ കൃപ കൊണ്ട് നിറയ്ക്കും, ദൈവത്തിന്റെ ഉയരത്തിൽ നിന്നുള്ള സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും, ഷക്കീന മഹത്വം കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കും. ഹല്ലേലൂയ. അവൻ നിറയ്ക്കും. ഹല്ലേലൂയ. അവൻ എന്നെ പച്ചപ്പുൽ തകിടുകളിൽ കിടത്തും എന്ന് പറഞ്ഞാൽ എനിക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്യും എന്നോർത്ത് പരക്കം പായേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഗോഡ് കെയർസ് ഫോർ യു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, വിശ്വസിച്ചാട്ടെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് പിശാചിന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, നിങ്ങളുടെ അയൽക്കാർക്ക് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, മറ്റ് വിമർശിക്കുന്ന മനുഷ്യർക്ക് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു കണ്ണും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കണ്ണും കണ്ടിട്ടില്ല. അവന് ദർശനം ഉണ്ടായിട്ടില്ല, അവന് ദൂതുണ്ടായിട്ടില്ല, അവന് വെളിപ്പാട് ഉണ്ടായിട്ടില്ല. നിങ്ങളെ ആരാണ് എന്റെ കർത്താവ് ആക്കി തീർക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വെളിപ്പാട് ആർക്കും ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് ഹല്ലേലൂയ, അവന് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി അത് വെളിപ്പെടും, ദൈവത്തിന്റെ പ്ലാനുകൾ അത് വെളിപ്പെടും. ദൈവത്തിന്റെ വചനം പറയാ, ഹി മേക്സ് മീ ലൈ ഡൗൺ ഇൻ ഗ്രീൻ പാസ്റ്റേഴ്സ്. ഹല്ലേലൂയ. പച്ചപ്പുൽ തകിടുകളിൽ ഹല്ലേലൂയ അവൻ നിങ്ങളെ കിടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വയറ് നിറച്ച് ഉന്നതമായ അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ ദൈവം നിങ്ങൾക്ക് റെസ്റ്റ് തരാൻ പോവുകയാണ്, ദൈവം നിങ്ങൾക്ക് വിശ്രമം തരാൻ പോവുകയാണ്. ഇത്രയും കാലം നിങ്ങൾ ഓടി, ഇത്രയും കാലം നിങ്ങൾ അധ്വാനിച്ചു, ഇത്രയും കാലം നിങ്ങൾ കഷ്ടപ്പെട്ടു, എന്നിട്ട് എനിക്കൊന്നുമില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എന്റെ കഷ്ടത എന്ന് തീരുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്.
ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് തരും. എവിടെയാണ് ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് തരുന്നത്? ഹല്ലേലൂയ, പച്ച പുൽ തകടികളിലാണ്. ഹല്ലേലൂയ, നിങ്ങളുടെ പറക്കും പാച്ചിൽ ദൈവം നിർത്തും, നിങ്ങളുടെ ഓട്ടം ദൈവം നിർത്തും, നിങ്ങളുടെ അലച്ചിൽ ദൈവം നിർത്തും, നിങ്ങളുടെ ആശങ്കകൾ ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഇടയൻ മതിയായവനാണ്, നമ്മുടെ ഇടയൻ നല്ലവനാണ്, നമ്മുടെ ഇടയൻ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയാണ്, ഹല്ലേലൂയ, he makes me lie down in green pastures. ഹല്ലേലൂയ. മാത്രമല്ല അവിടുത്തെ വചനം പറയാണ്, he leads me beside the still waters. ഹല്ലേലൂയ. അത് മാത്രമല്ല ദൈവം എന്ത് ചെയ്യുന്നറിയോ? സ്വച്ഛതയുള്ള വെള്ളത്തിനരികത്തേക്ക് നയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ വലിയ നദിക്കരികിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളെ എന്നെയും, ഓ കർത്താവ് നമ്മുടെ ഇടയൻ, ഹല്ലേലൂയ. യേശു കർത്താവിനെ കുറിച്ച് സ്നാപക യോഹന്നാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ട് സ്നാനം കഴിപ്പിക്കും. ഓ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി പ്രപഞ്ചത്തിലുള്ളൂ, അത് നമ്മുടെ ഇടയനായ യേശു കർത്താവാണ്. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധി ചിലപ്പോൾ അഫലമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിലൊന്നും പിടികിട്ടുന്നില്ലായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളെ എന്നെ നിറച്ചു കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് മാറും. ഹല്ലേലൂയ. അവിടെ പറയാണ്, ഹല്ലേലൂയ, he leads me beside the still waters. അവൻ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ഓ, കുറച്ചുകൂടെ പരിശുദ്ധാത്മാവിൽ നിറയണം. കർത്താവ് നിങ്ങളോട് എന്നോടും എല്ലാ പ്രഭാതത്തിലും കർത്താവിന് പറയാനുള്ളത് എന്താണെന്നറിയോ? മകനെ, മകളെ, നിനക്ക് സ്വച്ഛ ജലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. സ്വച്ഛ ജലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമാണ്. ബൈബിളിൽ 2 ഹല്ലേലൂയ രൂപകങ്ങൾ ഉപയോഗിച്ച് ദൈവവചനത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ദൈവവചനം ജലമാണ്. ദൈവവചനത്താൽ നമ്മളെ ശുദ്ധീകരിക്കും എന്ന് ദൈവവചനം നമ്മളെ പറയുന്നുണ്ട്, നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2, പരിശുദ്ധാത്മാവിനെ നമ്മളോട് ആൾറെഡി സൂചിപ്പിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന ഉപമ എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് ജലത്തോടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നതെന്ന് അറിയോ? ദൈവത്തിന്റെ വചനം പറയുന്നത്, അവൻ നിങ്ങളെ സ്വച്ഛതയുള്ള വെള്ളത്തിനരികത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. He leads me every day. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ദിവസമല്ല, ഓരോ ദിവസവും ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? ഓ, നിങ്ങളും ഞാനും പരിശുദ്ധാത്മാവ് എന്നുള്ള ഉറവയെങ്കിൽ ചെന്നിട്ട് പാനം ചെയ്യണം. ദൈവവചനം എന്നുള്ള ഉറവയെങ്കിൽ ചെന്നിട്ട് നിങ്ങളും ഞാനും പാനം ചെയ്യണം. അതിൽ നിന്ന് നിങ്ങളും ഞാൻ ആവോളം കുടിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ബൈബിളിന്റെ അടുത്തേക്ക് നിങ്ങളെ നയിക്കുന്നത് നമ്മുടെ ഇടയനായ യേശു കർത്താവാണ്. പരിശുദ്ധാത്മാവിന്റെ അടുത്തേക്ക് നിങ്ങളെ നയിക്കുന്നത് നമ്മുടെ ഇടയനായ യേശു കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഗ്രീൻ പാസ്റ്റേഴ്സ് മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, he leads me beside the still waters. ഹല്ലേലൂയ. അവിടുന്ന് എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ, അവൻ നല്ല സ്വച്ഛ ജലത്തിന്റെ അരികത്തേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. ഉള്ളിലെ കലക്കങ്ങൾ മാറി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ കലക്കങ്ങൾ മാറും, നമ്മുടെ ഉള്ളിലെ ഇളക്കങ്ങൾ മാറും, നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥതകൾ മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് പകരം എന്ത് സംഭവിക്കുന്നറിയോ? ദൈവത്തിന്റെ ഒരു സ്റ്റിൽ വാട്ടർ, ഹല്ലേലൂയ, നിശ്ചലമായ, ഓ കാറ്റും കോളുമില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജലത്തെ, ഹല്ലേലൂയ, സാന്നിധ്യത്തെ അനുഭവിക്കാനായിട്ട് പറ്റും. ഓ, നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിലേക്ക് നയിക്കുവാൻ നമ്മുടെ ഇടയനായ യേശുവിനെ അനുവദിക്കണം. യേശുവേ, ഐ ആം വില്ലിംഗ് ഓ ലോർഡ് എന്ന് പറയാൻ തയ്യാറാകണം. കർത്താവേ, ഞാൻ തയ്യാറാണ്, ഞാനിതാ തയ്യാറാണ്. യൂസ് മീ ലോർഡ്, ഐ ആം വില്ലിംഗ്. ലോർഡ്, ഐ ആം വില്ലിംഗ്. Please lead me, kindly lead me. I humbly pray, Father. എന്ന് കർത്താവിനോട് പറയണം. കർത്താവേ, ഞാൻ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. എനിക്ക് എന്റെ ജീവിതത്തിന്റെ കലക്കങ്ങൾ, എന്റെ ജീവിതത്തിന്റെ ഇളക്കങ്ങൾ എല്ലാം ഒന്ന് നിന്ന് എനിക്ക് സ്വച്ഛത അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് അത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അതിലേക്ക് നമ്മളെ നയിക്കുന്നത് ദൈവത്തിന്റെ പുത്രനായ നിങ്ങളുടെ എന്റെ ഇടയനായ യേശു കർത്താവാണ്. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് He restores my soul. ഹല്ലേലൂയ. അവൻ എന്റെ പ്രാണനെ റീസ്റ്റോർ ചെയ്യുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മലയാളത്തിൽ തണുപ്പിക്കുന്നു എന്ന് എഴുതിയിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് കലുഷിതമായ, കളങ്കിതമായ, ഹല്ലേലൂയ, മുറിവേറ്റ നമ്മുടെ പ്രാണന്റെ മണ്ഡലങ്ങളെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ വികാര മണ്ഡലങ്ങളെ, ഹല്ലേലൂയ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഇച്ഛാശക്തി, തീരുമാനമെടുക്കാൻ കഴിയാതെ ഉള്ള, ഹല്ലേലൂയ, കാറ്റിനനുസരിച്ച് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന, ഒഴുക്കിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് ദൈവമായ കർത്താവ് ഹല്ലേലൂയ എന്ത് ചെയ്യുന്നറിയാം? നമ്മളെ റീസ്റ്റോർ ചെയ്യാം. ഹല്ലേലൂയ. He leads me in the path of righteousness. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് കർത്താവ് എന്തു ചെയ്യുന്നറിയോ? നിങ്ങളെ എന്നെ നീതി പാതകളിൽ നടത്തും. നിങ്ങൾ നീതി പാതകളിൽ യാത്ര ചെയ്യാൻ തയ്യാറാണോ? നീതിയുടെ അശുദ്ധിയൊന്നുമില്ലാത്ത that way is called hallelujah way of holiness എന്ന് ദൈവത്തിന്റെ വചനം പറയാം. ആ വഴി ഹല്ലേലൂയ അറിയപ്പെടുന്നത് വിശുദ്ധിയുടെ വഴി എന്ന. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. He leads me in the paths of righteousness. നീതിയുടെ പാതകളിലൂടെ, വിശുദ്ധിയുടെ പാതകളിലൂടെ, സ്നേഹത്തിന്റെ പാതകളിലൂടെ, ക്ഷമയുടെ പാതകളിലൂടെ നമ്മളെ നയിക്കുവാൻ നമ്മുടെ ഇടയനായ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ വചനം പറയാണ് He leads me in the path of righteousness for His name's sake. അവന്റെ നാമത്തെ പ്രതി, തിരുനാമത്തെ പ്രതി, പരിശുദ്ധമായ ദൈവത്തിന്റെ നാമത്തെ പ്രതി നിങ്ങളെ എന്നെയും കർത്താവ് വിശുദ്ധിയുടെ പാതകളിൽ, നീതിയുടെ പാതകളിൽ നയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമില്ലേ? ഹല്ലേലൂയ. നമ്മളിവിടെ പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു എന്തൊക്കെയാണ്? കർത്താവേ, അവിടുന്ന് എന്റെ ഇടയനാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. 2, ഹല്ലേലൂയ, അവൻ നമ്മുടെ വയറ് നിറച്ച് നമുക്ക് വിശ്രമം തരുന്നതാണ്. നമ്മുടെ അലച്ചിലുകൾ മാറ്റി ദൈവം നമുക്ക് സ്വസ്ഥത തരും. ഹല്ലേലൂയ. വിശ്വസിച്ചാട്ടെ. നമ്മുടെ അലച്ചിലുകളെ മാറ്റി, നമ്മുടെ അലച്ചിലുകളെ മാറ്റി ദൈവം നമുക്ക് സ്വസ്ഥത നൽകുന്നവനാ. He restores my soul. He leads me beside the still waters. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്നുള്ള നിശ്ചല ജലത്തിന്റെ അടുത്തേക്ക്, ദൈവ വചനം എന്നുള്ള നിശ്ചല ജലത്തിന്റെ അടുത്തേക്ക് യേശു കർത്താവ് നമ്മുടെ ഇടയിൽ നിങ്ങളെ എന്നെ നയിക്കുക. മുമ്പിലുള്ള ബൈബിൾ ഒരിക്കലും അടച്ചു വെക്കരുത്. മുമ്പിലുള്ള ബൈബിളിൽ നമുക്ക് വായിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നോ എന്ന് പറയരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ പോയി ഇന്ന് പകൽക്കാലം എന്നെ നിറയ്ക്കണേ കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണേ കർത്താവേ, എന്റെ ഉള്ളത്തെ തണുപ്പിക്കണേ കർത്താവേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ ഇടയനാകിയ, അവിടെ ഞങ്ങളെ വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ഇല്ലായ്മകളെ, ഞെരുക്കങ്ങളെ, ബുദ്ധിമുട്ടുകളെ മാറ്റിയതിനായി സ്തോത്രം കർത്താവെ. അവിടുന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ വയറ് നിറച്ച്, ഉള്ളത്തെ നിറച്ച്, ഞങ്ങളുടെ അലച്ചിലുകൾക്ക് ഒരു അവസാനം വരുത്തിയതിനായി നന്ദി. ഇന്ന് വിശ്വസിച്ചാട്ടെ പ്രിയമുള്ളവരെ. ഇന്ന് കർത്താവ് വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ജാതി ദൈവം ചോദിക്കുന്നില്ല, നിങ്ങളുടെ മതം ദൈവം ചോദിക്കുന്നില്ല, നിങ്ങൾ ഏത് പള്ളിക്കാരനാണെന്ന് കർത്താവ് ചോദിക്കുന്നില്ല. യേശുവിനെ ഇടയനായി ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ദൈവം ജീവിതത്തിന്റെ മണ്ഡലങ്ങളിലെ അലച്ചിലുകളെ മാറ്റി സ്വസ്ഥതയെ നൽകി ദൈവം ജീവിതത്തെ പണിയാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുക. സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ മേൽ ഈ വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽക്കാലം നിറവേറട്ടെ. ഈ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്ന് പകൽക്കാലം ഈ വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശു ഇടയനായിരിക്കുമ്പോഴുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. നീതിയുടെ പാത മുമ്പിൽ തുറന്നു വരട്ടെ. വിശുദ്ധിയുടെ പാത മുമ്പിൽ തുറന്നു വരട്ടെ. തിരുനാമ നിമിത്തമുള്ള അനുഗ്രഹങ്ങളെല്ലാം വെളിപ്പെടട്ടെ. ആ സംരക്ഷണം വെളിപ്പെടട്ടെ. മാന്യത വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ രോഗിയായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ രോഗമുള്ള ആ ഭാഗത്ത് ഒരു കരത്തെ വെച്ചാട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ എനിക്കൊരു പ്രത്യേക ആവശ്യമുണ്ട്, ദൈവം ഇന്ന് എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്തെങ്കിലേ മതിയാവൂ
എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളായിരിക്കുന്നത് നിങ്ങളുടെ ഒരു കരം നിങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാം. രോഗിയാണെങ്കിൽ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരം വെക്കാം. നിങ്ങളൊരു ആവശ്യത്തിൽപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്, നിങ്ങളുടെ കരം ഉയർത്തിപ്പിടിക്കുക. എന്തിനാണ്? എ പോയിന്റ് ഓഫ് ഫെയ്ത്ത് ആണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ഒരു അടയാളമായി, വിശ്വാസത്തിന്റെ ഒരു പോയിന്റായിട്ട് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഉയർത്തപ്പെട്ടിരിക്കുന്ന ഈ കരങ്ങളുടെ മേൽ, ഈ സ്പർശി വെച്ചിരിക്കുന്ന കരങ്ങളുടെ മേൽ യേശു കർത്താവിന്റെ ആണിപ്പാടുള്ള കരം ഇപ്പോൾ തന്നെ സ്പർശിക്കട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ രോഗം വിട്ടുമാറട്ടെ, അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. യേശു വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സൗഖ്യം ഈ ദൈവമക്കളുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ, ആത്മാവിൽ വെളിപ്പെടട്ടെ, പ്രാണനിൽ വെളിപ്പെടട്ടെ. ഓ, കീറിപ്പറഞ്ഞ പ്രാണന്റെ മണ്ഡലങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആലരി ഉയർത്തപ്പെട്ടിരിക്കുന്ന കരങ്ങൾക്കായി സ്തോത്രം. അവരുടെ ആവശ്യങ്ങൾ എത്ര വലുതുമാകട്ടെ. കർത്താവ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി നന്ദി. തിരുക്കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. മഹത്വം പൂഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് രാവിലെ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് അല്പസമയം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു വാക്യമാണ്. നിങ്ങൾക്ക് ബൈബിളുകളുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിളുകൾ എടുക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം, ബുക്ക് ഓഫ് ജെറമ്യ, ചാപ്റ്റർ 17, 17-ാമത്തെ അധ്യായം. ബൈബിളുകളുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ നിങ്ങൾ നോക്കാൻ മറക്കരുത്. ബൈബിളുകളുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ബൈബിളുകൾ ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം, അതിന്റെ 14-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഇന്ന് ക്യാപ്ഷൻ ആയിട്ട് നമ്മൾ കൊടുത്തിരുന്നത്. ദൈവത്തിന്റെ വചനം പറയാണ്, ഹീൽ മീ ഓ ലോർഡ്, ഐ ഷാൽ ബി ഹീൽഡ്. പ്രൈസ് ദി ലോർഡ്. സേവ് മീ, ഐ ഷാൽ ബി സേവ്ഡ്, ഫോർ യു ആർ മൈ പ്രൈസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ഇന്ന് രാവിലെ സമയത്ത് നമ്മളോട് പറയുന്നത് കണ്ടോ? യെരമ്യാ പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയാണ്. യെരമ്യാവിന് വേണ്ടിയുള്ള മാത്രമുള്ള പ്രാർത്ഥനയല്ല. യെരമ്യാ പ്രവാചകൻ ആ രാജ്യത്ത്, ആ ദേശത്ത്, അവർ യെരമ്യാ ആ കാലത്തുള്ള ഇസ്രായേലിൽ വലിയൊരു അനർത്ഥം സംഭവിക്കാനായിട്ട് പോവുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെ അടിമകളായി പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം. ജനങ്ങളൊന്നും അറിയാതെ നടക്കുകയാണ്. അനർത്ഥങ്ങൾ അവർ മുമ്പിലേക്ക് കടന്നു വരുന്നത് ഇസ്രായേൽ മക്കൾ അറിഞ്ഞേയില്ല. ശത്രു അവർക്ക് വേണ്ടി ഒരുക്കങ്ങൾ കൂട്ടുന്നത് അവര് അറിഞ്ഞേയില്ല. പക്ഷെ പ്രവാചകൻ പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ദിവസങ്ങൾ ശോഭനമല്ല, ശുഭകരമായ നാളുകളല്ല, ശുഭകരമായ സമയമല്ല നിങ്ങളുടെ മുമ്പിലുള്ളത് എന്നെല്ലാം പറഞ്ഞിട്ടൊന്നും ജനത്തിന് മനസ്സിലാകുന്നില്ല. യെരമ്യാ പ്രവാചകൻ ആ രാജ്യത്തിനു വേണ്ടി, ദേശത്തിനു വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പ്രതിസന്ധിയുടെ മധ്യത്തിലെല്ലാം പല രാജാക്കന്മാർ വന്നിട്ടും പല ഗവർണർമാർ വന്നിട്ടും ദൈവത്തിന്റെ ദാസനായ യെരമ്യാവിന് യാതൊരു കുഴപ്പവും വന്നില്ല. ശത്രുക്കൾ ആ ദേശത്ത് കീഴടക്കിയിട്ടും പ്രവാചകനായ യെരമ്യാവിന് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല. കാരണം എന്താണെന്ന് അറിയാം? ദൈവം ദൂത് പറഞ്ഞ യെരമ്യാവിനെ ദൈവം അത്ഭുതകരമായി പരിപാലിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, പ്രതിസന്ധിയുടെ കാലങ്ങളിൽ, ബുദ്ധിമുട്ടിന്റെ കാലങ്ങളിൽ, ഞെരുക്കത്തിന്റെ സമയങ്ങളിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നത്, വശത്ത് 1000 വലത്ത് വശത്ത് 10,000 വീഴും, എങ്കിലും ഒരു ബാധയും നിങ്ങളോട് അടുത്തു വരാതെ അവൻ നിങ്ങളെ കാത്തുകൊള്ളുമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യെരമ്യാ പ്രവാചകൻ പറയാണ്, ഹീൽ മീ ഓ ലോർഡ്, ഐ ഷാൽ ബി ഹീൽഡ്. പ്രൈസ് ദി ലോർഡ്. യെരമ്യാ പ്രവാചകൻ ഇവിടെ ഈ വചനം വായിക്കുന്ന സമയത്ത് മുറിവേറ്റ, രോഗം ബാധിച്ച, പ്രൈസ് ദി ലോർഡ്, വേദന ബാധിച്ച ഒരു കൂട്ടത്തെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവരെ നോക്കി പ്രവചനാത്മകമായിട്ട് താൻ പറയുകയാണ്. തന്റെ മുമ്പിൽ ഇപ്പോൾ 2 ആവശ്യമുണ്ട്. ഒന്ന് രോഗം, ഒന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രോഗത്തിന്റെ പ്രതികൂലത്തിലാണ് ഇന്ന് രാവിലെ സമയമായിരിക്കുന്നതെങ്കിൽ നമ്മളെ വിടുവിക്കാൻ കഴിയുന്ന കർത്താവ് ഇന്ന് ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നമ്മളെ വിടുവിക്കും. 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യെരമ്യാ പ്രവാചകൻ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഒന്ന്, രോഗത്തിൽ നിന്ന് തന്നെ സൗഖ്യമാക്കണം. 2, തന്നെ രക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. താൻ അപകടാവസ്ഥയിലായിരിക്കുന്നു,
താൻ ഗുരുതരമായ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഹല്ലേലൂയ. മുമ്പോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ താൻ കടന്നു പോവുകയാണ്. അപ്പൊ യെരമ്യാവ് പറയാണ്, ഹീൽ മീ ഓ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അങ്ങ് എന്നെ ഒന്ന് സൗഖ്യമാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളും ഞാൻ ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് സൗഖ്യമാക്കാനായി പലപ്പോഴും കടന്നു പോകുന്നത് ഡോക്ടർമാർ നമ്മളെ തള്ളിക്കളയുമ്പോഴാണ്, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ്. ഹല്ലേലൂയ. മുമ്പിലുള്ള സാധ്യതകളെ അസ്തമിച്ചു പോയി എന്ന് നമുക്ക് വെളിപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നത്. പക്ഷെ യെരമ്യാവ് പറയാണ്, അങ്ങനെയല്ല. കർത്താവേ, ഹീൽ മീ. അവിടുന്ന് എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ. ഓ, അവിടുന്ന് എന്നെ ഒന്ന് സൗഖ്യമാക്കണം. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങളുടെ ചുറ്റുപാട് എന്തുമാകട്ടെ, നിങ്ങളുടെ രോഗം എന്തുമാകട്ടെ, യേശുവിന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവുമില്ല. യേശുവിന് വിടുവിക്കാൻ കഴിയാത്ത ഒരു രോഗവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഹല്ലേലൂയ യെരമ്യാവിന്റെ പ്രാർത്ഥനയിലൂടെ നമ്മൾ അറിയും. യെരമ്യാവ് പറയാണ്, അങ്ങ് എന്നെ സൗഖ്യമാക്കിയാൽ സാക്ഷാൽ ഞാൻ സൗഖ്യമാകും. ഹല്ലേലൂയ. ഹീൽ മീ ഓ ലോർഡ്, I shall be healed. Praise the Lord. എന്നെ ഒന്ന് അങ്ങ് സൗഖ്യമാക്കണമേ, നിശ്ചയമായും ഞാൻ സൗഖ്യമാകും. പ്രൈസ് ദി ലോർഡ്. നിശ്ചയമായി ഞാൻ സൗഖ്യമാകും. കർത്താവേ, അങ്ങ് എന്നെ സൗഖ്യമാക്കണമേ, നിശ്ചയമായി ഞാൻ സൗഖ്യമാകും. പ്രിയമുള്ളവരെ, മരുന്ന് നമ്മളെ സൗഖ്യമാക്കിയാൽ ചിലപ്പോൾ അത് വീണ്ടും വന്നേക്കാം. മരുന്ന് നമ്മളെ സൗഖ്യമാക്കിയാൽ മരുന്നിന്റെ എഫക്റ്റ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് പ്രയാസങ്ങൾ വന്നേക്കാം. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയാണ്, കർത്താവ് നമ്മളെ ഒരിക്കൽ സൗഖ്യമാക്കി കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ ഒരിക്കലും പിന്നീട് രോഗിയായിരിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ചില വ്യക്തികളുടെ ജീവിതങ്ങളിൽ നിന്ന് എന്നേക്കുമായി അവരെ ശല്യപ്പെടുത്തുന്ന, അവരെ അസഹ്യപ്പെടുത്തുന്ന രോഗങ്ങളെ എടുത്തു മാറ്റുവാൻ കർത്താവിന് കഴിയും. നിങ്ങൾ വിശ്വസിച്ചാട്ടെ പ്രിയമുള്ളവർ, ദയവായിട്ട് വിശ്വസിച്ചാട്ടെ. നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ഓ രോഗത്തിന്റെ നടുവിൽ നിങ്ങളെയും എന്നെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. ഹീൽ മീ ഓ ലോർഡ്. യെരമ്യാവ് 17:14 പറയാം, ഹീൽ മീ ഓ ലോർഡ് ആൻഡ് ഐ ഷാൽ ബി ഹീൽഡ്. കർത്താവേ, അവിടുന്ന് എന്നെ സൗഖ്യമാക്കണമേ. ഐ വിൽ ബി ഹീൽഡ്. ഓ, അങ്ങ് എന്നെ സൗഖ്യമാക്കിയാൽ നിശ്ചയമായി ഞാൻ സൗഖ്യമാകും. ഓ, നെഞ്ചത്തൊന്ന് കൈവച്ചിട്ട് പറഞ്ഞാട്ടെ, കർത്താവേ, അങ്ങ് എന്നെ സൗഖ്യമാക്കിയാൽ നിശ്ചയമായി ഞാൻ സൗഖ്യമാകും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന 98% ആൾക്കാരും അല്ലെങ്കിൽ 99% ആൾക്കാരും ഒരു രോഗം അല്ലെങ്കിൽ വേറൊരു രോഗത്തിൽ വലയുന്നവരാണ്. ഒരു രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ വേറൊരു രോഗത്തെക്കുറിച്ച് ഭയപ്പെടുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്ന് ഒരു നല്ല വാർത്ത എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. അതെന്താണെന്നറിയോ? കർത്താവ് നമ്മെ സൗഖ്യമാക്കിയാൽ, പ്രൈസ് ദി ലോർഡ്, we are healed indeed. ഹല്ലേലൂയ. നമ്മൾ നിശ്ചയമായും നമ്മൾ സൗഖ്യമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചാട്ടെ. ഏത് രോഗമാകട്ടെ, സ്കിൻ പ്രോബ്ലം ആകട്ടെ, നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള രോഗമാകട്ടെ, എന്ത് രോഗമാണെങ്കിലും ദൈവത്തിന് വിഷയമില്ല. ദൈവം ആ രോഗത്തെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് തലച്ചോറുകളെ മാറ്റിവെക്കാൻ കഴിയും. ദൈവത്തിന് കണ്ണുകളെ മാറ്റിവെക്കാൻ കഴിയും. ദൈവത്തിന് കാതുകളെ മാറ്റി പുതിയ കാതുകളെ തരാൻ കഴിയും. ദൈവത്തിന് പുതിയ ഹൃദയം തരാൻ കഴിയും. പല സ്ഥലത്ത് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്ക് പുതിയ ഹൃദയം തരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കർത്താവിനോട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, പിതാവേ, അവിടുന്ന് എത്ര സ്ഥലത്താണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ നിനക്ക് പുതിയ ഹൃദയം തരുമെന്ന്. എനിക്കൊരു പുതിയ ഹൃദയത്തിന്റെ ആവശ്യമായിരിക്കുന്നു. അത് ദയവായിട്ടൊന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പുതിയ ഹൃദയം തരും, പുതിയ കൈകളെ തരും, പുതിയ കാലുകളെ തരും. കർത്താവ് ഹി വിൽ ഗീവ് us everything new. ഹല്ലേലൂയ. എല്ലാം പുതുക്കി തരുവാൻ, എല്ലാം പുതിയതാക്കി തരുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പറയാണ്, സേവ് മീ, ഐ ഷാൽ ബി സേവ്ഡ്. 2, ഹല്ലേലൂയ, അങ്ങനെ രക്ഷിക്കണമേ. അങ്ങനെ രക്ഷിച്ചാൽ ഞാൻ നിശ്ചയമായും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള, രക്ഷ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. യഹൂദന്മാരുടെ തലവനായ, പ്രൈസ് ദി ലോർഡ്, യഹൂദ ഗോത്രത്തിലെ സിംഹമായ യേശു ക്രിസ്തുവാണ് നിങ്ങൾക്കും എനിക്ക് രക്ഷ തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനോട് ആ യെരമ്യാവ് പ്രാർത്ഥിക്കുക, ഹല്ലേലൂയ, ഇഫ് യു സേവ് മീ ഐ ഷാൽ ബി സേവ്ഡ്. അങ്ങ് എന്നെ രക്ഷിച്ചാൽ, ഓ, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കും.
അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, അത് കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയണം, അതും ഹല്ലേലൂയ പ്രവൃത്തികൾ മുഖാന്തരമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടല്ല, നമ്മൾ തിരികെ എത്തിച്ചത് കൊണ്ടോ, നമ്മൾ പുണ്യസ്ഥലങ്ങളിൽ പോയത് കൊണ്ടോ, നമ്മൾ നോമ്പ് നോക്കിയത് കൊണ്ടോ, 40 ദിവസം ഉപവാസം ഇരുന്നത് കൊണ്ടൊന്നും അല്ല രക്ഷ വരുന്നത്. രക്ഷ സൗജന്യമായി ദൈവകൃപയാൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി പകരപ്പെടുകയാണ്. അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി. ലോർഡ് പ്ലീസ് സേവ് മീ, കർത്താവ് എന്നെ അങ്ങ് ഒന്ന് രക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്ത് പ്രതിസന്ധിയിലാണ്, പ്രതികൂലത്തിലാണ്, ദൈവത്തിന്റെ ഒരു രക്ഷ എന്റെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, എന്ന് നിങ്ങൾ ഹല്ലേലൂയ ആ ഒരു അവസ്ഥയുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലോർഡ് യു സേവ് മീ. ഞാനായിരിക്കുന്ന ജോലിയിലെ പ്രതിസന്ധിയിൽ കർത്താവ് എന്നെ രക്ഷിക്കണം. രോഗത്തിന്റെ പ്രതിസന്ധിയിലാണെങ്കിൽ കർത്താവിനെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ യേശുവിനെ വിടുവിക്കാൻ കഴിയും. ആലൊരു ഒരു പ്രൊഫഷണൽ പ്രോബ്ലത്തിലാണ് നിങ്ങൾ ഇന്ന് രാവിലെ ആയിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രതിസന്ധിയിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ, ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. ദൈവം ചിലരെ മാറ്റി നിങ്ങളെ അവിടെ സ്ഥാപിക്കും. ദൈവം ചിലരെ നീക്കി നിങ്ങളെ അവിടെ ആക്കി വെക്കും. പ്രൈസ് ദി ലോർഡ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവത്തിന്റെ അത്ഭുതം കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ആരാ പറഞ്ഞത് നിങ്ങളുടെ സമയം കഴിഞ്ഞെന്ന്? ആരാ പറഞ്ഞത് നിങ്ങളുടെ ഭാവി തീർന്നെന്ന്? ആരാ പറഞ്ഞത് ഇനി മുന്നോട്ട് രക്ഷയില്ലെന്ന്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം പറയുന്നു നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടില്ല. ദൈവം പറയുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവം പറയുന്നു കർത്താവ് നിങ്ങളെ വിടുവിക്കും. ദൈവം പറയുന്നു കർത്താവ് നിങ്ങളെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം പുതുവഴികളെ തുറക്കും. ദൈവം പുതുവാതിലുകളെ തുറക്കും. ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. എന്ത് നല്ലൊരു കർത്താവാണ് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ തൊട്ട് കൂടെ, അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നത്, നമ്മുടെ വലതുകരം പിടിച്ച് നമ്മളെ വഴി നടത്തുന്ന ഹല്ലേലൂയ നല്ലൊരു കർത്താവ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം അതാണ് യെരമ്യാവ് 17:14 ഇങ്ങനെ പറഞ്ഞത്, ഓ ലോർഡ് യു ഹീൽ മീ ആൻഡ് ഐ വിൽ ബി ഹീൽഡ്, യു സേവ് മീ ഐ വിൽ ബി സേവ്ഡ്. കർത്താവേ, അവിടുന്ന് എന്നെ സൗഖ്യമാക്കിയാൽ ഞാൻ നിശ്ചയമായി സൗഖ്യമാകും. അവിടുന്ന് എന്നെ ഹല്ലേലൂയ രക്ഷിച്ചാൽ, വിടുവിച്ചാൽ ഞാൻ വിടുവിക്കപ്പെടും, രക്ഷിച്ചാൽ ഞാൻ രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടർന്ന് എന്താ പറയുന്നറിയാമോ? തുടർന്ന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്ന് യെരമ്യാ പറയാണ്. ഫോർ യു ആർ മൈ പ്രൈസ്. ഹല്ലേലൂയ. യെരമ്യാ പറയാണ്, അങ്ങ് എന്റെ സ്തുതിയാകുന്നു. യു ആർ മൈ പ്രൈസ്. നമുക്ക് സ്തുതിക്കുവാൻ, നമുക്ക് പുകഴുവാൻ, നമുക്ക് അഭിമാനിക്കാൻ നമ്മുടേതായിട്ടുള്ള ഒന്നും പാടില്ല പ്രിയമുള്ളവരെ. നമുക്ക് അഭിമാനിക്കാൻ നമ്മുടെ കർത്താവാണ്, നമുക്ക് പുകഴാൻ നമ്മുടെ കർത്താവാണ്, നമുക്ക് സന്തോഷിക്കാൻ നമ്മുടെ കർത്താവാണ്. എല്ലാ കർത്താവാണ്. ഹല്ലേലൂയ. കർത്താവിൽ സന്തോഷിപ്പിൻ, കർത്താവിൽ പുകഴുവേൻ, കർത്താവിൽ പ്രശംസിക്കുവേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിലാണ് നമുക്ക് പ്രശംസിക്കാനുള്ളത്. എന്റെ യേശു, വിടുവിക്കുന്ന യേശു എന്റെ കൂടെയുണ്ട്. കണ്ണുനീര് തുടയ്ക്കുന്ന യേശു എന്റെ കൂടെയുണ്ട്. എന്നെ സഹായിക്കുന്ന യേശു എന്റെ കൂടെയുണ്ട്. രക്ഷിക്കുന്ന യേശു എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Heal me, O Lord. I shall be healed. Save me, and I shall be saved. For you are my praise. Hallelujah. Praise the Lord. ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ പ്രൈസ് ദി ലോർഡ്, ജീവിതത്തിന്റെ ഒരു സമയം കഴിഞ്ഞു പോയി, അവർക്ക് ലഭിച്ച അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ആ നാളുകൾ തീർന്നു പോയി, ഇനി മുന്നോട്ട് സാധ്യതകളില്ല എന്നാണ് ചില ആൾക്കാർ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ വിചാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാവിലെ ദൈവവചനമായിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെയുള്ള ചിന്ത ശരിയല്ല. നിങ്ങളുടെ സമയം തീർന്നു പോയിട്ടില്ല, നിങ്ങളുടെ ഭാവി നശിച്ചു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മുമ്പിലെ സാധ്യതകൾ അടഞ്ഞു പോയിട്ടില്ല, നിങ്ങളുടെ മുമ്പിലുള്ള വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് പകരം എന്താണെന്നറിയോ? ദൈവം എല്ലാം നഷ്ടമായി പോയി, എല്ലാം പ്രതികൂലമായി പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി ചേർത്ത് പ്രവർത്തിക്കും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. 6-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഹല്ലേലൂയ,
പ്രൈസ് ദി ലോർഡ്. 18-ാമത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. The word which came to Jeremiah from the Lord saying, arise and go down to the potter's house. There I will cause you to hear my words. കർത്താവ് യെരമ്യാവിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് അടുത്തുള്ള കുശവന്റെ വീട്ടിലേക്ക് പോവുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കും. ചില ആളുകൾ ദൈവസ്വരം കേൾക്കാനായിട്ട് ഇരിക്കുന്ന ആളുകള് അവർ ചില ചൂടുകൾ വെച്ചാലാണ് ദൈവസ്വരം കേൾക്കുന്നത്. അവർ ചിലത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ചിലയിടത്തോട്ട് പോകുമ്പോൾ, ചിലയിടത്ത് ചെല്ലുമ്പോൾ കർത്താവരോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചില സ്ഥലത്ത് ചെല്ലാൻ, ചില സ്ഥലത്ത് നിങ്ങൾ ചെന്നാൽ അവിടെ ദൈവം നിങ്ങളോട് വീണ്ടും സംസാരിക്കും. ചില സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ദൈവം വീണ്ടും സംസാരിക്കും. ചില ചൂടുകളെ വെച്ചു കഴിഞ്ഞാൽ ദൈവം വീണ്ടും സംസാരിക്കും. റൈസ് ആൻഡ് ഗോ ഡൗൺ. കർത്താവ് എഴുന്നേറ്റ് നീ പോ അങ്ങോട്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എഴുന്നേൽക്കാനായി കർത്താവ് പ്രേരിപ്പിക്കുന്ന എല്ലാ ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ 3-ാമത്തെ വാക്യത്തിൽ പറയാണ്, then I went down to the potter's house. There he was making something at the wheel. ഞാൻ അങ്ങനെ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ ആലോചന കേട്ട് ഹല്ലേലൂയ ഞാനൊരു കുശവന്റെ വീട്ടിലേക്ക് പോയി, കുശവന്റെ കൂടാരത്തിലേക്ക് പോയി. Praise the Lord. There he was. അവിടെ ഒരു കുശവനായിട്ടുള്ള ഒരു വ്യക്തി മേക്കിംഗ് സംതിങ് അറ്റ് ദ വീൽ. തന്റെ ആ വീലിന്മേൽ, തന്റെ ആ കറക്കുന്ന ചക്രത്തിന്മേൽ ഇരുന്നിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇങ്ങനെ കറക്കും. പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ കറക്കും, ഇങ്ങനെ കറക്കും. അങ്ങനെ അതിലിരുന്നിട്ട് തദ്ദേശം തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And the vessel that he made of clay was marred in the hand of the potter. So he made it again into another vessel. Praise the Lord. ഈ പോട്ടർ, ഈ കുശവനായിട്ടുള്ള വ്യക്തി അത് ഒരു പ്രത്യേക ഡിസൈനിലുള്ള ഒരു പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്തു? അതിന്റെ ഡിസൈൻ ശരിയായില്ല, എല്ലാം തകർന്നു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ആൾക്കാർ അതുപോലെയാണ്. ദൈവം തന്നെ ചിലപ്പോൾ നമ്മളോട് പ്രവാചകന്മാർ മുഖാന്തരം ദൈവ ആലോചന വരെ പറഞ്ഞാണ്, നിന്നെ ഞാൻ ഇങ്ങനെയാണ് ആക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇപ്പോഴും അവരുള്ളത്. സാരമില്ല, ദൈവം പറയാണ്, സോ ഹി മേഡ് ഇറ്റ് അഗൈൻ ഇൻടു അനദർ വെസൽ. പ്രൈസ് ദി ലോർഡ്. ദൈവം അവനെ വേറൊരു പാത്രമാക്കി മാറ്റി. എല്ലാവരും പറഞ്ഞു വേറൊരു പാത്രം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി പറഞ്ഞാണ് വേറൊരു പാത്രം. കൊച്ചത്തിൽ പറഞ്ഞാണ് വേറൊരു പാത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരാ പറഞ്ഞത് നിങ്ങളുടെ ഭാവി നശിച്ചു? ആരാ പറഞ്ഞത് മുമ്പോട്ട് സാധ്യതകളില്ല? ആരാ പറഞ്ഞത് എല്ലാം തീർന്നു? ഇല്ല. കർത്താവ് അനദർ വെസൽ ഉണ്ടാക്കാൻ പോവാണ്. കർത്താവ് വേറൊരു പാത്രം ഉണ്ടാക്കാൻ പോവാണ്. മാനപാത്രം, അനുഗ്രഹിക്കുന്ന പാത്രം, രാജാക്കന്മാർ ഉപയോഗിക്കുന്ന ഒരു പാത്രമായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മാറ്റാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ, സന്തോഷമുള്ളവർ, കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ്. Then the word of the Lord came to me saying, praise the Lord. ഉടനെ കർത്താവ് അവിടെ പറയാണ്, ഇപ്പൊ ഇത്രയും കാഴ്ച യെരമ്യാ പ്രവാചകൻ കണ്ടു കഴിഞ്ഞപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇത്രയും കാഴ്ച യെരമ്യാ പ്രവാചകൻ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവവചനം വന്നു. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർ ദൈവം ഇതിനു മുമ്പേ പറഞ്ഞത് ചിലത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെയാണ് ഒരു ദൈവവചനം വരുന്നത്, ദൈവ ആലോചന വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയോ നടക്കുകയോ ഒന്നും ചെയ്യുമ്പോൾ ദൈവം സംസാരിക്കണമെന്ന് നിർബന്ധമില്ല. ദൈവം അങ്ങനെ വെറുതെ ഇങ്ങനെ പറയുന്ന ആളല്ല. ദൈവം എന്ത് പറഞ്ഞാലും അതിൻ്റെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവം നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി ചൂട് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു പോട്ടറുടെ ഹൗസിലേക്ക് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കുശവന്റെ വീട്ടിൽ പോകാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പോകണം. റൈസ് ആൻഡ് ഗോ എന്നാ പറയുന്നത്. എഴുന്നേറ്റ് പോ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എന്താ? കിടക്കുമായിരുന്നു, ചുമ്മാ കിടക്കുന്നവരോട് പറയാം, നീ എഴുന്നേറ്റ് പോവുക, അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. അവിടെ ചെന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. എന്താണ് കണ്ട കാഴ്ച? യെരമ്യാവ് കണ്ട കാഴ്ച, ആ കുശവൻ ഒരു പാത്രത്തിന്റെ പ്രത്യേക ഡിസൈനിലുള്ള പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ അത് മാടായി പോയി. അത് എന്ത് ചെയ്തു? അതിന്റെ ആ പ്ലാനുകളെല്ലാം തെറ്റിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അത് ഉടഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. പ്ലാൻ തെറ്റി. ആ കുശവൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ആ കുശവൻ പറയുകയാണ്, ആ കുശവൻ ഉടനെ എന്ത് ചെയ്തു? ഹി മേഡ് ഇറ്റ് അഗൈൻ ഇൻടു അനദർ വെസൽ. പ്രൈസ് ദി ലോർഡ്. ആ കുശവൻ എന്ത് ചെയ്തു എന്നറിയോ? ഇദ്ദേഹത്തെ മറ്റൊരു പാത്രമാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു പാത്രം പറഞ്ഞാട്ടെ, മറ്റൊരു പാത്രം. പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹത്തെ മറ്റൊരു പാത്രമാക്കി, അതിനെ മറ്റൊരു പാത്രമാക്കി മാറ്റി. അത് കണ്ട ഉടനെ seemed good to the potter to make. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തനിക്ക് യോജിച്ച് നല്ലതെന്ന് തോന്നിയ ഒരു പാത്രമാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല. ഞാൻ ആരാണെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല. നമ്മളെ ഉണ്ടാക്കിയ നമ്മുടെ ദൈവമാണ്. നമ്മുടെ പോട്ടറായ, നമ്മുടെ കുശവനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ
ഇന്ന് പകൽക്കാലം നിങ്ങൾ ഞാൻ ആരായി തീരണമെന്ന് തീരുമാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ, കർത്താവ് സഹായിക്കട്ടെ. എന്നിട്ട് കർത്താവിന്റെ വചന ആ സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ചു. ദൈവത്തിന് എന്താണെന്നറിയോ? ഓ ഹൗസ് ഓഫ് ഇസ്രായേൽ, can I not do with you as this potter, says the Lord. Look, as the clay is in the potter's hand, so are you in my hand, O house of Israel. Israel ഗൃഹമേ, can I not do with you as this potter? ഈ ഒരു കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യാൻ പറ്റത്തില്ലെന്നാണോ ഇസ്രായേൽ ഭവനമേ നീ പറയുന്നത്? കർത്താവ് ചോദിക്കുകയാണ്. ഇന്ന് രാവിലെ എന്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് ഇതാണ് ചോദിക്കാനുള്ളത്. കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഈ ഒരു കുശവൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയത്തില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ലെന്നാണോ വിചാരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയും. കർത്താവിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. കർത്താവിന് വീര്യപ്രവൃത്തികളെ ചെയ്യാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശു രക്തം ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Hallelujah. As the clay is in the potter's hand, so are you in my hand, O house of Israel. Praise the Lord. കർത്താവ് പറയാണ്, ഇസ്രായേലേ, നീ എൻ്റെ കരങ്ങളിൽ ഇതുപോലെയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കരങ്ങളിൽ നീ ഇതുപോലെയാണ്. എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ. ഹല്ലേലൂയ. കുശവന്റെ കയ്യിൽ കളിമണ്ണു ഞാൻ എന്ന് നമ്മൾ പാടാറുണ്ട്. എന്താണ്? കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കയ്യിൽ ചേർന്ന് പാടിയാണ്. കളിമണ്ണ് പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനഞ്ഞിടണമേ, വാർത്തെടുക്കണേ ദൈവഹിതം പോലെ ഏഴയാമെന്നെ. മെനഞ്ഞിടണമേ, വാർത്തെടുക്കണേ ദൈവഹിതം പോലെ ഏഴയാമെന്നെ. പാട്ടുകാരൻ പറഞ്ഞ ഇതേ ലൈനുകളാണ്. നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തോട്. ദൈവമേ, അങ്ങ് എന്നെ ഒന്ന് മെനയണം. എൻ്റെ കർത്താവെ, അങ്ങ് എന്നെ ഒന്ന് മെനയണം. അങ്ങയുടെ കയ്യിൽ ഡിസൈൻ, പുതിയൊരു ഡിസൈനിലുള്ള ഒരാളാക്കി എന്നെ ഒന്ന് മാറ്റണം. എൻ്റെ ഭവനത്തെ ഒന്ന് മാറ്റണം. ഓ, പഴയ ഡിസൈൻ ഒന്ന് മാറ്റിത്തരണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ എൻ്റെ ഡിസൈൻ മാറ്റാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. എന്തൊരു സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് രാവിലെ ഈ കാര്യം നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഡിസൈൻ മാറ്റാൻ ദൈവത്തിന് കഴിയും. ബൈബിളിൽ പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ സീബ്രയുടെ വര മാറ്റാൻ പറ്റത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന് നിങ്ങളെ എന്നെ മാറ്റാൻ പറ്റും. ദൈവത്തിന് കളിമൺ പാത്രങ്ങളെ മാറ്റാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഞാൻ കളിമണ്ണ് പാത്രങ്ങളാണ് ദൈവത്തിന്റെ കയ്യിൽ. പുതിയൊരു ഡിസൈനിൽ എന്നെ ഒന്ന് മെനയണം. നമുക്കിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, പുതിയൊരു ഡിസൈനിൽ എന്നെ ഒന്ന് മെനയണം. പുതിയൊരു ഡിസൈനിൽ എന്നെ ഒന്ന് മേക്ക് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നല്ല ഓണറബിൾ വെസലായി എന്നെ ഒന്ന് മാറ്റണം. കർത്താവേ, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ മുഴുവൻ ഞാൻ അതുപോലെ പുതിയ കുശവന്റെ കയ്യിലെ പുതിയൊരു പാത്രം പോലെ, പ്രൈസ് ദി ലോർഡ്, ഞാനൊന്ന് മാറ്റാൻ പോവുകയാണ് എന്ന് കർത്താവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാ? മുമ്പിൽ പ്രതിസന്ധിയാണ്, മുമ്പിൽ തടസ്സങ്ങളാണ്, സമാധാനം അവർ അനുഭവിക്കുന്നില്ല, ശത്രു അവർക്കെതിരെ ആയുധം എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് ഇവരോട് പറയുന്നത്, ഐ വിൽ മേക്ക് യു ന്യൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ ഒന്ന് പുതുക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവേ, അങ്ങനെ പുതുക്കാൻ പോകുന്നതിന് നന്ദി എത്ര പേർക്ക് പറയാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ പുതുക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഇരുന്ന പോലെ ഇരിക്കത്തില്ല, ഇപ്പോൾ ഇരിക്കുന്ന പോലെ ഇരിക്കത്തില്ല. നമ്മൾ മൊത്തം മാറും, അടിമുടി മാറും. നമ്മളെ കാണുന്നവർ അത്ഭുതപ്പെട്ടു. നമ്മളെ കാണുന്നവർ വിചാരിക്കും, ഇയാൾ എങ്ങനെ ഇങ്ങനെയായി, ഇവൾ എങ്ങനെ ഇങ്ങനെയായി, ഇവൻ എങ്ങനെ ഇങ്ങനെയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കൂടുതലുണ്ടല്ല, നമ്മുടെ കുശവന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അവൻ പുതിയൊരു ഡിസൈൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ ഷേപ്പ് മാറും. നിങ്ങൾ കണ്ടോ, എന്റെ ഷേപ്പ് മാറും, നിങ്ങളുടെ ഷേപ്പ് മാറും. പ്രൈസ് ദി ലോർഡ്. തേജസ്സിന്മേൽ തേജസ്, നിറവിന്മേൽ നിറവ്, കൃപമേൽ കൃപ എല്ലാം നമ്മുടെ മേൽ വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവം നമ്മുടെ പുതിയൊരു ഡിസൈനിലേക്ക് മാറ്റാൻ പോവാൻ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൂട്ടായ്മയെ പുതിയൊരു ഡിസൈനിലേക്ക് മാറ്റാൻ പോവാണ്. ദൈവം നമ്മുടെ ചർച്ചിനെ പുതിയൊരു ഡിസൈനിലേക്ക് മാറ്റാൻ പോവാണ്. ദൈവം, എന്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെ ഭവനത്തെ ദൈവം പുതിയൊരു ഡിസൈനിലേക്ക് മാറ്റാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ന്യൂ ഡിസൈൻ. പറഞ്ഞാട്ടെ, പുതിയ ഡിസൈൻ. പറഞ്ഞാട്ടെ, പുതിയ ഡിസൈൻ. ഹല്ലേലൂയ. കുശവന്റെ കയ്യിൽ പുതിയ ഡിസൈനായിട്ട് ഏൽപ്പിച്ചു വരുന്നു. പറഞ്ഞാട്ടെ,
വാതുറന്ന് പറയാമോ? ഹല്ലേലൂയ. കർത്താവേ, പുതിയൊരു ഡിസൈനായി നിങ്ങൾക്ക് വിരോധമില്ലേ? കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ എവിടെയാണ് ഉള്ളത് അവിടെ പറഞ്ഞാട്ടെ, പുതിയൊരു ഡിസൈൻ ആക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് പുതിയൊരു ഡിസൈനിലേക്ക് മാറാൻ എനിക്ക് താല്പര്യമുണ്ട് കർത്താവേ. മേക്ക് മീ ഇൻടു എ ന്യൂ ഡിസൈൻ ഇൻ യുവർ ഹാൻഡ്സ് ലോർഡ്. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ പുതിയൊരു ഡിസൈനിലേക്ക് മാറാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ദൈവം അത് ചെയ്യും. പ്രിയമുള്ളവരെ, കർത്താവ് അത് ചെയ്യും. പുതിയ ഒരു ഡിസൈനിലേക്ക് മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകെ ചെയ്യേണ്ടത് എന്താണ്? ഈ കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ പൂർണ്ണമായി? ഹല്ലേലൂയ. മാനുഷിക പ്ലാനുകൾ യേശുവിന്റെ നാമത്തിൽ ഉടയട്ടെ. ഹല്ലേലൂയ. മാനുഷിക പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ ഉടയട്ടെ. ജഡിക പ്ലാനുകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങട്ടെ. പാരമ്പര്യമായിട്ടുള്ള പദ്ധതികൾ യേശുവിനകത്ത് മാറട്ടെ. ഞങ്ങളുടെ കുശവൻ ആഗ്രഹിക്കുന്നത് പോലെ യെരമ്യാവ് കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ യെരമ്യാവ് പറയാണ്, ഹല്ലേലൂയ, അയാൾ സോ ഹി മേഡ് ഇറ്റ് അഗൈൻ ഇൻടു അനദർ വെസൽ. ഹല്ലേലൂയ. അദ്ദേഹം വേറൊരു വെസലാക്കി മാറ്റി. ഹല്ലേലൂയ. ആസ് ഇറ്റ് സീംഡ് ഗുഡ് ടു ദ പോട്ടർ ടു മേക്ക്. ആ കുശവന് എങ്ങനെ ഉണ്ടാക്കുന്നത് നല്ലതെന്ന് തോന്നിയോ അതുപോലെ ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. കുശവന് നല്ലതെന്ന് തോന്നുന്നത് പോലെ. പറഞ്ഞാട്ടെ, കുശവന് നല്ലത് എന്ന് തോന്നുന്നത് പോലെ. ഒരിക്കൽ കൂടി പറഞ്ഞാട്ടെ, എന്റെ ഇഷ്ടം പോലെയല്ല. പ്രൈസ് ദി ലോർഡ്. കുശവന് നല്ലതെന്ന് തോന്നുന്നത് പോലെ എന്നെ ഒന്ന് മെനയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് അങ്ങേക്ക് നല്ലതെന്ന് തോന്നുന്നത് പോലെ എനിക്കൊരു ന്യൂ ഡിസൈൻ തരണം. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു ന്യൂ ഹല്ലേലൂയ ഒരു അറ്റയർ തരണം. ഒരു ന്യൂ ഷേപ്പ് തരണം. ഹല്ലേലൂയ. എനിക്ക് പുതിയ ചില വസ്ത്രങ്ങൾ തരണം. പുതിയ ചില ഷേപ്പുകൾ തരണം. പുതിയ ചിലത് എന്റെ ജീവിതത്തിൽ പണിയണം. പുതിയൊരു ഡിസൈനിലേക്ക് എന്നെ മാറ്റണം. പുതിയൊരു ഡിസൈനിലേക്ക് എന്റെ കുടുംബത്തെ മാറ്റണം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അനേക ജീവിതങ്ങളിൽ കർത്താവ് ഈ നാളുകളിൽ ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഡ്രാസ്റ്റിക് ചേഞ്ച്, അടിമുടിയുള്ള ഒരു മാറ്റം, ഒരു സമൂലമായ പരിവർത്തനം, സമൂലമായൊരു രൂപാന്തരം, സമൂലമായൊരു മാറ്റം ദൈവം തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം തരാൻ പോവുകയാണ്. തലമുറകളിൽ ദൈവം തരാൻ പോവുകയാണ്. നമ്മുടെ സഭയിൽ ദൈവം തരാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു സമൂലമായ പരിവർത്തനത്തിന്, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ദൈവം നൽകാൻ പോവുകയാണ്. വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ വലിയൊരു മാറ്റം സംഭവിക്കട്ടെ. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിക്കട്ടെ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ചേർന്ന് പാടിയാട്ടെ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. എന്റെ ഹിതം, എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഹല്ലേലൂയ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടേശുവേ. ചേർന്ന് പാടിയാട്ടെ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ചേർന്ന് പാടിയാട്ടെ. എന്റെ ഇഷ്ടങ്ങളല്ല വേണ്ടത്. ആലൊരു പ്രിയമുള്ളവരെ, ആലൊരു ചുറ്റുപാട് നോക്കാതെ ദയവായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ, പാടാമോ? എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടേശുവേ. ഒരിക്കൽ കൂടി. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടേശുവേ.
നിന്റെ ഇടത്തിൽ ഭൈരവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അങ്കനും നീ മാത്രമേ സുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ സുവേ. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, നിങ്ങൾ പാടിയാട്ടെ. എനിക്കറിയാം എന്നെക്കാൾ നന്നായി നിങ്ങൾ പാടുന്നവരാണ്. ദയവായിട്ട് പാടിയാട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു കളിമൺ പാത്രം പോലെ എൻ്റെ ജീവിതം സമർപ്പിക്കപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ രൂപം മാറിപ്പോയി, എൻ്റെ ഷേപ്പ് മാറിപ്പോയി, എൻ്റെ ഡിസൈൻ മാറിപ്പോയി. ഓ, ഞാൻ പലപ്പോഴും ദുഃഖിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി, എന്തുകൊണ്ട് എൻ്റെ കുടുംബം ഇങ്ങനെയായി, ഇതെല്ലാം ഓർത്ത് ആകുലപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, എന്നാൽ ഇന്ന് അവിടുത്തെ വചനം പറയുന്നത് പോലെ ആ കുശവനൊരു ന്യൂ ഡിസൈൻ ആ വെസലിനെ അത് മേക്ക് ചെയ്തതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ പുതിയൊരു ഡിസൈനിലേക്ക് അവിടുന്ന് മേക്ക് ചെയ്താട്ടെ. ഞങ്ങളുടെ സഭയെ പുതിയൊരു ഡിസൈനിലേക്ക് അവിടുന്ന് മേക്ക് ചെയ്താട്ടെ. മാനുഷിക ഡിസൈനുകളല്ല, ദൈവം കണ്ടിട്ടുള്ള, ദൈവം തയ്യാർ ചെയ്തിട്ടുള്ള, കുശവന് സീംഡ് ഗുഡ് ടു ഹിം, കുശവന് നല്ലതെന്ന് തോന്നുന്ന ഒരു ഡിസൈനിലേക്ക് ഞങ്ങളെ മാറ്റിയാട്ടെ. ദൈവഹിതത്തിന് വിരോധമായിട്ടുള്ള സകല യേശുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ. ബി ട്രാൻസ്ഫോംഡ് റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ രൂപാന്തരം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആരുടെയും മക്കളെ അനുഗ്രഹിച്ചാട്ടെ, കുടുംബങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, ഭാര്യഭർത്താക്കന്മാരെ അനുഗ്രഹിച്ചാട്ടെ, സഭയെ അനുഗ്രഹിച്ചാട്ടെ, ഞങ്ങളെ കാണുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിച്ചാട്ടെ. ഇന്ത്യയിലും വിദേശത്തും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ അനുഗ്രഹിക്കും. ലെറ്റ് ദം ബി ബ്ലെസ്ഡ് ഇൻ ജീസസ് നെയിം. ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാം. അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഗെറ്റ് റെഡി ഫോർ എ ന്യൂ ഡിസൈൻ. ഹല്ലേലൂയ. പുതിയൊരു ഡിസൈന് വേണ്ടി തയ്യാറാവുക. കുശവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കുശവന്റെ കയ്യിലുള്ള പാട്ട് ഉള്ള കളിമണ്ണിന്റെ പാട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. നിങ്ങളെല്ലാവരും നന്നായി പാട്ട് പാടുന്നവരാണെന്ന് എനിക്കറിയാം. ശബ്ദം ഉയർത്തിയൊക്കെ ചില പാട്ടുകളൊക്കെ ഇന്ന് രാവിലെ പാടിയാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ദൈവ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഇത്രത്തോളം നമുക്ക് അവകാശം തന്ന ദൈവത്തിന് സ്തോത്രം. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടി ഇനി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ കൃപ നിറഞ്ഞ മറിയെ പോലെ ആത്മാവ് നിറഞ്ഞ ഈ മക്കളെ ഓരോരുത്തരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർ ന്യൂ ഡിസൈൻ വെളിപ്പെടട്ടെ. ഈ ആഴ്ച ഞങ്ങൾ അത്ഭുത സാക്ഷ്യങ്ങളെ കേൾക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അത്ഭുത സാക്ഷ്യങ്ങളെ കേൾക്കട്ടെ. യു ഹാവ് ഡൺ സംതിങ് ന്യൂ. ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സമൂലമായിട്ടുള്ള ഒരു മാറ്റം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടുന്നതിനായി നന്ദി. മഹത്വം പൂച്ച് അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച ചർച്ചിൽ ആരാധനയുണ്ട്. നിങ്ങൾ ക്ഷണിക്കുന്നു. 11:15 7 മണി എല്ലാ ആരാധനയുണ്ട്. ദയവായിട്ട് കടന്നു വരിക. എല്ലാ ശുശ്രൂഷകളും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഗോഡ് ബ്ലസ് യു.